അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് വന്നു. ഫീഹി ഉൻസിലൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ്. ഖുർആനിനെ നല്ലവണ്ണം ചേർത്ത് പിടിക്കുകയും ധാരാളമായി പാരായണം ചെയ്തുകൊണ്ട് നമ്മുടെ കൽബിനെ, ആത്മാവിനെ ക്ലെൻസ് ചെയ്യേണ്ട, ക്ലീൻ ചെയ്യേണ്ട ഒരു മാസമാണ് റമളാൻ. ഈ റമളാനിൽ നോമ്പനുഷ്ഠിക്കാൻ നമ്മളോട് പറഞ്ഞത് നമ്മൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ്. ഈ റമളാനിലെങ്കിലും നമുക്ക് തഖ്വ നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമുക്ക് തഖ്വ നേടാൻ കഴിയും? ശുദ്ധ റമളാനിൽ ഖുർആൻ ഒരു ദിവസം ഒരു ജുസ് പാരായണം ചെയ്താൽ നമുക്ക് ഒരു ഖത്തം പൂർത്തിയാക്കാൻ കഴിയും. 2 ജുസ് ഓതിയാൽ 2 ഖത്തം, 3 ജുസ് ഓതിയാൽ 3 ഖത്തം, 4 ജുസ് ഓതിയാൽ 4 ഖത്തം. ഒരു വർഷത്തിൽ ഒരു സാധാരണ മുസ്ലിം 4 ഖത്തം പൂർത്തിയാക്കണം. റസൂല് പറഞ്ഞു, നിങ്ങൾ 3 മാസം ഉണ്ടെങ്കിലും ഖുർആൻ ഓതി തീർക്കണം. 4, 3, 12. ഒരു വർഷത്തിൽ ഖത്തം ഓതി തീർക്കാത്ത ആളുകൾക്ക് ഈ റമളാനിൽ 4 ഖത്തം ഓതി ഒരു വർഷം മുഴുവൻ ഓതി തീർക്കേണ്ട അളവ് ഓതി തീർക്കാനുള്ള ഒരു അവസരം. അതുപോലെ റമളാനിൽ ഒരു നോമ്പ് തുറപ്പിച്ച ഒരാൾക്ക് നോമ്പ് തുറക്കാൻ നമ്മൾ സൗകര്യം ചെയ്തു കൊടുത്താൽ അദ്ദേഹത്തിന് നോമ്പ് നോറ്റതിൻ്റെ അതേ പ്രതിഫലം കിട്ടും. ഒരു ദിവസം 10 ആളുകൾക്ക് നോമ്പ് തുറ കൊടുത്താൽ 300 നോമ്പ് തുറപ്പിച്ച പ്രതിഫലം, നോമ്പ് അനുഷ്ഠിച്ച പ്രതിഫലം നമുക്ക് കിട്ടും. ഇത് റമളാനിൽ കിട്ടുന്ന ഒരു പുണ്യം. 1ന് 10ഉം 100ഉം ഇരട്ടി, സുന്നത്തിന് ഫർദിൻ്റെ പ്രതിഫലം. ഇതെല്ലാം റമളാനിൽ കിട്ടുന്ന ഒരു പ്രത്യേകതയാണ്. അതുപോലെ നോമ്പ് തുറക്കുന്ന സമയവും അത്താഴത്തിൻ്റെ സമയവും ദുആക്ക് ഉത്തരം കിട്ടും. നോമ്പ് തുറക്കാൻ വേണ്ടി നമുക്ക് കാരക്ക കിട്ടി ബിസ്മി ചൊല്ലി കാരക്ക കഴിച്ച് നോമ്പ് മുറിച്ച ഉടനെ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, ദുആക്ക് ഉത്തരം കിട്ടും. അതുപോലെ അത്താഴത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന അവസാന മണിക്കൂറിൽ അത്താഴം ബിസ്മി ചൊല്ലി കഴിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, ദുആക്ക് ഉത്തരം കിട്ടും. റമളാനിൽ അറിയേണ്ട വിലപ്പെട്ട അറിവുകൾ ഇൻഷാ അല്ലാഹ് അല്പസ്വല്പമായി നമ്മൾ പങ്കുവെക്കും. കേൾക്കുക, മറ്റുള്ളവർക്ക് എത്തിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.